ദേവിയെ പഠിപ്പ് തരും. എനിക്ക് പഠിപ്പ് ഇഷ്ടമേ അല്ലായിരുന്നു. സത്യം, എനിക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഠിപ്പ് തന്നില്ലെങ്കിൽ എന്നെ ഇവർ പള്ളിക്കൂടത്തിൽ വിടൂലെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞാൽ മഹാലക്ഷ്മി സമ്പത്ത് വേണം. കൊച്ചിലെ ഞങ്ങൾക്ക് സമ്പത്ത് വളരെ കുറവായിരുന്നു. അപ്പൊ മഹാലക്ഷ്മിയുടെ കനകധാരാ സ്തോത്രം, അംഗങ്കരെ പുളകഭൂഷണം ആശ്രയന്തി, അങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ മലയാളം ഇത്ര സ്ഫുടമായി ഞങ്ങൾക്ക് സംസാരിക്കാൻ പഠിച്ചത്. അപ്പം നെല്ലിക്ക, ഈ അംഗങ്കരെ കനകധാര ജപിച്ചാൽ സ്വർണ്ണ നെല്ലിക്ക പോലെ പണം പൊഴിയുമെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് അത് മാത്രം മുട്ടില്ലാതെ ഇങ്ങനെ ജപിച്ചു പോകും. പിന്നെ ധൈര്യം വേണമെങ്കിൽ ദുർഗാദേവിയാണ്. ഉള്ള ധൈര്യം തന്നെ ഇവിടെ അധികമാണ്. ഇനി ഇവരും കൂടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? എന്നാലും കുഴപ്പമില്ല, ദുർഗാദേവിയെ. അങ്ങനെ ലളിതാ സഹസ്രനാമം കുഞ്ഞിലേ തന്നെ ലളിതാ സഹസ്രനാമം പറഞ്ഞു തന്നു. പിന്നെ ത്രിശതി, അങ്ങനെ ഓരോരോ മന്ത്രങ്ങൾ ജപിച്ച് കുറെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരിപാടി നമുക്ക് നിർത്താം. അപ്പൊ ഞങ്ങൾ 5 മക്കൾ നിരന്നിരുന്ന നാമം ജപിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ മൂത്തവളോടെ പറയാൻ പറ്റൂ, ഉർവശി യൂദാസ നമ്മളെ ഒറ്റു പറയുന്നത് അവള് ശ്രദ്ധിച്ചു കേട്ട. അച്ഛാ, ഇവള് നാമം ജപിക്കണില്ല അച്ഛാ, അവള് വേറെ ഏതാണ്ടൊക്കെ ദൈവത്തിനെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് പഠിപ്പ് വരൂല, ദൈവം നിന്നെ ശപിക്കുമെന്ന് അവള്. അപ്പൊ ഞാൻ മൂത്തവളോട് കാര്യം പറഞ്ഞു. ഇങ്ങനെ പിന്നുകൊണ്ടുകൊണ്ടപ്പോ അമ്മ വെച്ച് എന്താ സംഭവം? ഞാൻ പറഞ്ഞു, അമ്മ ഇത് വലിയ ബുദ്ധിമുട്ടാണമ്മ, ഇത്രയും ദൈവങ്ങളെ വിളിക്കുന്നത് എനിക്ക് വലിയ പാടാണ്, ആരെങ്കിലും ഒരാടെ പേരമ്മ പറ. അപ്പൊ എന്റെ അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഗുരുവിനെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, ഗുരു ആര്? ഗുരു ഉണ്ട്. കാരണം നമ്മുടെ എല്ലാം ലൈഫില് നമ്മളിപ്പോ ഒരു എന്റെ അമ്മ എന്ന് പറഞ്ഞാ നമ്മളിപ്പോ ഒരു ആഗ്രഹം ചോദിക്കുന്നു, ഇത് അർഹതപ്പെട്ടതാണോ? അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് ഐശ്വര്യ റോയ് ആവണം എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ പ്രായത്തിൽ ഐശ്വര്യ റോയ് ആയുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ മോഹമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു, ഇയാളെ തന്നെ കല്യാണം കഴിക്കണോ നമ്മൾ ആഗ്രഹിക്കുക, ഇത് നമുക്ക് വിരിച്ചതാണോ നമ്മൾ ചിന്തിക്കുന്നില്ല, ഈശ്വരനോട് പറയുമ്പോഴും നമ്മൾ ഓർക്കുന്നില്ല. അപ്പോ ഗുരു എന്നൊരു ചൈതന്യം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഗുരു ഈശ്വരനുമായി, നമ്മുടെ ഉപാസനാമൂർത്തിയുമായി സംവേദിക്കും. ഗുരു ചോദിക്കും, ഈ എന്റെ കുഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് കൊടുക്കാമോ എന്ന് പറയുമ്പോൾ ഈശ്വരൻ പറയുന്നു, ഇല്ല, ഈ ജന്മത്ത് അവള് ചെയ്തിരിക്കുന്ന കർമ്മം ഇതല്ല. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഒരു സാരി ആയിരിക്കാം, ഈശ്വരൻ തരാൻ പോകുന്ന കല്യാൺ സിൽക്ക് പോലെ ഒരു ടെക്സ്റ്റൈൽ ആയിരിക്കും, ഇതിലും വലുതായിരിക്കും വച്ചിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. ഇത് നമ്മളെ ഉണർത്തണമെങ്കിൽ ഗുരു വേണം. ഇപ്പൊ സിനിമാ ഭാഷയെ പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡ്യൂസർക്കും ആർട്ടിസ്റ്റിനും ഇടയിൽ നിൽക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഗുരു. അപ്പൊ അന്ന് ഞങ്ങളുടെ സിനിമയെ വന്നിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല. എന്റെ അമ്മയും ഞാനും തമ്മിൽ 22 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അന്നേ ആത്മീയമായി ഒരുപാട് ഉയർന്ന വ്യക്തിത്വമായിരുന്നു എന്റെ അമ്മയുടെ. അങ്ങനെ ഇരുത്തി അമ്മ പറഞ്ഞു തന്നപ്പോ ഞാൻ ചോദിച്ചു, ഗുരു ആരാണ്? ഇരുട്ടകറ്റുന്നവൻ, വെളിച്ചം തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഗുരുവിന്റെ രൂപം വേണ്ട, ഞാൻ ഇനി ഗുരുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അന്ന് വീട്ടിൽ അഗസ്ത്യ രസായനം, ചവനപ്രാശമൊക്കെ വീട്ടിൽ കാണുമല്ലോ. ഈ അഗസ്ത്യ രസായനത്തില് കമണ്ഡലവും കൊണ്ടിരിക്കുന്ന ഗുരു, അഗസ്ത്യ ഗുരുദേവന്റെ ഫോട്ടോ വെട്ടിയിട്ട് അമ്മ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഈ പൂജാമുറിയുടെ ഈ ഫോട്ടോ, ശിവനും പാർവതിയും കൈലാസമൂർത്തിയുടെ ഫോട്ടോയാണ് മെയിൻ, അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഗുരു. ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഇതാരാണ്? ഇതാണ് അഗസ്ത്യ ഗുരുദേവൻ. ഏറ്റവും മഹർഷിമാരിൽ ഏറ്റവും ക്ഷമയും ഏറ്റവും പവർഫുള്ളായ ഗുരുവാണ്, വിളിച്ചോളാൻ പറഞ്ഞു. അന്ന് തുടങ്ങി ഗുരുവിനെയാണ് ഞങ്ങൾ ആദ്യം വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഗണപതിയെ പോലും വിളിക്കാറുണ്ട്. ഇന്നും രാവിലെ ഞാൻ എണീക്കുമ്പോഴും ഓം ഗുരുവേ നമ്മ പറയും, കിടക്കാൻ നേരത്തും ഓം ഗുരുവേ നമ്മ പറയും. ഒരുപക്ഷെ അന്നേ ഗുരുവിനെ വിളിച്ചിരുന്നോണ്ടാവാം ഗുരുവില്ലാത്തൊരു ഫീൽഡിൽ ഞങ്ങൾ വന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു സൈക്കിള് പഠിക്കാൻ പോലും നമുക്ക് ഗുരു വേണം. പക്ഷേ അഭിനയത്തിന് ഗുരു നമ്മൾ തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ഗുരുവില്ലാത്തൊരു ഫീൽഡിൽ ഞങ്ങൾ വന്നത് ഞങ്ങൾക്കൊരു ഗുരു ഉള്ളത് കൊണ്ടാവാം. നിങ്ങൾക്കിപ്പോ ചിന്തിക്കാം, ഞങ്ങൾക്ക് ആരാണ് ഗുരു? ഉണ്ട്, നമുക്കെല്ലാം ഉണ്ടൊരു ഗുരു. നമ്മൾ ആഗ്രഹിച്ചാൽ അത് ഒരു പക്ഷേ ശാരീരികമായിരിക്കും. നമുക്ക് അഡ്വൈസ് തരുന്ന ഏത് വ്യക്തിയും ഗുരുവാണ്, നല്ല അഡ്വൈസ് തരുന്ന വ്യക്തിത്വം. അപ്പൊ അങ്ങനെ ഗുരുവുമായിട്ട് പ്രാർത്ഥിച്ച് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ക്ഷമയും, ഇപ്പൊ ആദ്യം പ്രസംഗിച്ച ഉണ്ണിത്താച്ചേട്ടൻ പറഞ്ഞു, സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരാളെ കിട്ടണം. എന്തെങ്കിലും ക്വാളിറ്റി ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഈശ്വരാധീനത്തിന്റെ മാത്രമാണ്. പലരും എന്നോട് ചോദിക്കും, ഓരോ വർഷം കൂടുന്തോറും കൽപ്പന കുഞ്ഞായി വരികയാണ്. ഇന്നലെ രാത്രി ഒരു പത്രപ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞ വാക്കും അതാണ്. എന്തുകൊണ്ടാണത്? ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് പറയാം. പലപ്പോഴും ഞാൻ പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകളെ വെക്കരുതെന്ന് ഞാൻ പറയും. കാരണം ദുർമുഖികളാണ് പെണ്ണുങ്ങൾ, ദുർമുഖികളാണ് പെണ്ണുങ്ങൾ. ഞാൻ ഇന്ന് വരെ ഞാനൊരു സ്ത്രീയായിട്ട് തന്നെ ഞാൻ പറയാണ്. കാരണം പണയം വെച്ച പോലെ എവിടെങ്കിലും ഇങ്ങനെ ഇരിക്കും. ഒരു ഫംഗ്ഷന് പോയാൽ കൈയടിക്കണമെങ്കിൽ 3 തല മതി, ആണുങ്ങൾ അത് മതി, 300 പെണ്ണുങ്ങൾക്ക് സമമാണ് എന്ന് പറഞ്ഞ കൈയടി ആണുങ്ങളെ. അയ്യടാ പഴങ്ങളെ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, ഞാൻ മറ്റൊന്നുമല്ല, സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. കാരണം
ഏറ്റവും കൂടുതൽ സഹനശക്തി നമുക്കാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. നമ്മൾ പുരുഷന്മാരെ പോലല്ല. അവർക്ക് വെളിയിൽ പോവാം, ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ബാറിൽ പോവാം, അങ്ങനെ ജോളിയായിട്ട് നിൽക്കാം. പെണ്ണിന് ഇന്നത്തെ പെണ്ണുങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും കുടുംബത്തോട് അറ്റാച്ച്മെന്റ്, മക്കൾ